സ്വീറ്റ് കോൺ വെച്ചിട്ട് ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ട് അതുപോലെ വെറുതെ കഴിക്കാനൊക്കെ പറ്റുന്നതാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് വേണ്ടത് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഫ്രോസൺ ആയിട്ടും കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ നോർമൽ കോൺ എടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയിട്ടെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് 1.5 കപ്പ്. അത് ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കേട്ടോ. ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ. അത് ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി വെള്ളം ഇങ്ങനെ കമ്മി തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൽ കുറഞ്ഞ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ടാവും കേട്ടോ. ഇപ്പോൾ അത് കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിങ്ങനെ കോട്ട് ചെയ്ത് പിടിക്കുന്ന രൂപത്തിൽ വേണേ. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ടൊന്നങ്ങ് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ കോൺ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയത്തിൻ്റെയും ഹൈൻ്റെയും ഇടയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണേ. ഒരു ഗോൾഡൻ കളറാക്കിയിട്ട് നമുക്കിത് കോരിയിട്ട് എടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയതിനോട് കൂടിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് ഇങ്ങനെ വരും കേട്ടോ. ഏകദേശം ക്രിസ്പി ആയി വരുന്നതോട് കൂടിയിട്ട് അപ്പോൾ ഇതുപോലെ അങ്ങ് കോരിയിട്ട് എടുത്താൽ മതി. ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ടിട്ട് തന്നെ പെട്ടെന്ന് കോരിയിട്ട് എടുക്കാം. അപ്പോൾ അതുപോലെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പോർഷൻ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ. അപ്പോൾ അത് നല്ലപോലെ അതെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴാണോ അത് കഴിക്കുന്നത് ആ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടിട്ട് മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കഴിക്കുന്ന ആ ടൈമിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള കോണിൻ്റെ റെസിപ്പിയാണ്. ഒരു ബാർബിക്യൂ നാഷൻ കോണിൻ്റെ റെസിപ്പിയാണ് തന്നെയാണ് കേട്ടോ. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം മയോണൈസ് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.